അടുക്കൽ കെ അരുൺകുമാർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലായോ? സർക്കാർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലായോ? വികസനം നടപ്പിലായോ എന്നതിനപ്പുറത്ത് നടപ്പിലായ ഒരു കാര്യം കൂടിയുണ്ട്. അതൊന്നും നടപ്പിലായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ടാകും. പക്ഷേ നടപ്പിലായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഒരു സംഘം തയ്യാറായിട്ടുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ പ്രകടമാക്കിയിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ആരാണ്? നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ മാത്രമല്ല, ഇവിടെ ആർട്ടിക്കിൾ 356 എടുത്ത് പ്രയോഗിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന് കോൺഗ്രസും BJPയും പരസ്പരം മത്സരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുവരെ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 9ാം സ്ഥാനത്ത്, 8 സംസ്ഥാനം അതിന് മുന്നിലുണ്ട്. അപ്പൊ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇതെടുത്ത് പ്രയോഗിക്കാമോ എന്ന് UDFും BJPയും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഗവർണറുടെ മുന്നിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ പരാതിയും അതിന്റെ പ്രതികരണവും മറ്റു കാര്യങ്ങളുമെല്ലാം. ഇവർക്ക് കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും അവജ്ഞയാണ്. എങ്ങനെയെങ്കിലും തകർക്കണം. കാരണം ഭരണ തുടർച്ച വന്നതിന് ശേഷം ഇവർക്കങ്ങ് സഹിക്കാൻ പറ്റിയിട്ടില്ല. അധികാരമില്ലാത്ത ഖദർ എന്ന് പറഞ്ഞാൽ വെറും ചാക്കിന് തുല്യമാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ലീഗിന്റെ നേതാക്കന്മാർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എന്ത് ദുഷിച്ച പണിയും ഇവർ നടത്തും. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, അശ്ലീല സദസ്സെന്ന്. 10,000-കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും വരുന്ന സദസ്സിനെ നോക്കി എങ്ങനെയാണ് അശ്ലീല സദസ്സ് എന്ന് പറയാൻ കഴിയുക? മറ്റെത്രയോ വാക്കുകൾ ഇവർ ഉപയോഗിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാക്കുകൾ പൊതു ചർച്ചയിൽ വന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ നുണപ്രചരണങ്ങളുടെ പുറകെ ഇവർ പോകുന്തോറും ഞങ്ങൾക്ക് ജനങ്ങളിലുള്ള പിന്തുണ കൂടിക്കൂടി വരികയാണ്. ഇത് തന്നെയാണ് 2021 കാലത്ത് സംഭവിച്ചതും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാം സംഭവിച്ചത് ഇതാണ്. ഇവർ നുണയും അതുപോലെ അപകീർത്തികളും അതുപോലെ അപവാദങ്ങളുടെ പുറകെ പോകുമ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഒട്ടി നിൽക്കും. ഞാൻ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര നുണയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെ തിരക്കുണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും അവിടെ പോലീസുകാരുടെ എണ്ണം വെറും 615 ആണ്. 16,118 പോലീസ് ഉള്ളപ്പോഴാണ് 615 എന്ന് പറഞ്ഞ് ഇവർ നുണ പ്രചരിച്ചത്. ഒരു മാളികപ്പുറം മരിച്ചത് 3 വയസ്സ് മുതൽ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്ന 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതിൽ നമുക്കെല്ലാം വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ട് അവിടെ ഗവൺമെന്റ് സ്പോൺസേഡ് സംഭവമാണ് എന്ന രൂപത്തിൽ പറയുന്നു. ഒരു കുട്ടി ബസ്സിലിരുന്ന് അച്ഛൻ ബസ്സിൽ പ്രവേശിക്കാതെ വന്നപ്പോൾ കരയുന്ന സാഹചര്യമുണ്ടായി. അതിനെ എടുത്ത് കോൺഗ്രസും BJPയും സംസ്ഥാനത്ത് ആകെ പ്രചരണം നടത്തിയല്ലോ. ഇവർ കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിലെ ഏതോ ഒരു ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ കേരളത്തിലാണ് എന്ന് പറഞ്ഞ്, ശബരിമലയിലാണെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി. സുവർണാവസരം കിട്ടിയിരിക്കുന്നു. ആ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസും BJPയും മത്സരിക്കുന്ന സാഹചര്യമാണ്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ശേഷി ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും നമ്മളെല്ലാവരും അഭിമാനിക്കുന്നുണ്ട് അരുൺ. അതിനോടൊപ്പം തന്നെ ഇതും കാണുന്നുണ്ടാകുമല്ലോ അല്ലെ, രാജ്യത്തെ നിയമവ്യവസ്ഥയോട്, പോലീസ് സ്റ്റേഷനോട്, പോലീസുകാരോട്, സഹജീവികളോട് എന്നൊന്നും ഒരു കരുണയും ഒരു ബഹുമാനവും ഇല്ലാതെയുള്ള ഈ പ്രവർത്തനം. ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ ഒരു മാസം 100 കണക്കിന് എൻകൗണ്ടർ ഉണ്ട്. എൻകൗണ്ടർ ഒരു മാസം 100 കണക്കിന് എൻകൗണ്ടർ ഉണ്ട്. ആ എൻകൗണ്ടർ ഉള്ള അല്ലെങ്കിൽ എതിരാളികളെ വെടിവെച്ച് കൊല്ലുന്ന സംസ്ഥാനത്തിൽ നിന്ന് വന്നാണ് സന്ദീപ് വാര്യർ. ഞാൻ പറയട്ടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ 120 ഇതാണ് നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം. അവരെന്ത് പഴച്ചു? ഞാൻ പറഞ്ഞിട്ടേ പോകൂ. അരുൺ മറുപടി പറയാം. അപ്പൊ അതായത് ഞാൻ പറയാം, ഓരോ മാസവും 100 കണക്കിന് ആളുകൾ എൻകൗണ്ടർ കൊലപാതകത്തിൽ കൊല്ലപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ പ്രതിനിധി, ഉത്തർപ്രദേശിലെ BJP ഗവൺമെന്റിന്റെ കൂടെ പ്രതിനിധിയാണല്ലോ അദ്ദേഹം പറയാ. ഞാൻ പറയട്ടെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളിൽ ഇന്ത്യ 161ാമതാണ്. ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കർഷക സമരം റിപ്പോർട്ട് ചെയ്തതിന് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി റിപ്പോർട്ട് ചെയ്തതിന് 100 കണക്കിന് മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ ഇവിടെ ഈ സംഭവം നടന്ന ദിവസം 20ഓളം തവണയാണ്. ഞാൻ പറയട്ടെ, അല്ല കേൾക്ക്, നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരല്ലേ? ആ സ്ത്രീ എന്ത് പഠിച്ചു? ആ പെൺകുട്ടി എന്ത് പഠിച്ചു? ഞാൻ പറയട്ടെ, വിനീതയ്ക്കെതിരെ നിന്നെ കേസെടുത്തു. ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി കൂടാതെ നടത്തിയോ? നടത്തിയോ? നിങ്ങൾ ചോദിച്ച നടത്തിയോ? ഞാൻ പറയട്ടെ, അല്ലല്ല, ഇവർക്ക് മാതൃകാണ്ടാവില്ല. ഞാൻ കേരള പൊതുസമൂഹം ഞാൻ പറയാൻ റെഡിയാണ്. കണ്ടോ, അത് അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ അനുവദിക്കാതിരിക്കുക. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനമുഖത്തിന് ഷൂ എറിഞ്ഞ ദിവസം ഈ പറയുന്ന 24 ചാനലിന്റെ ലേഖികയും അതുപോലെ തന്നെ ഇതിലെ 1ാം പ്രതി ബേസിലും തമ്മിൽ 20ഓളം തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കുറ്റകൃത്യം നടന്ന 3:30-നും 4:30-നും ഇടയ്ക്ക് 8 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്.
അതുപോലെ ഇതിലെ 4 പ്രതികളും ഈ 24 ചാനലിന്റെ ലേഖയും തമ്മിൽ റിപ്പോർട്ടറും തമ്മിൽ കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കോൺഫറൻസ് കോള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന 4 പ്രതികളും ഒരു ചാനലുണ്ട്. അല്ലാതെ ആധികാരികമായ വിവരം ഞാൻ പറയുന്ന വാക്കുകൾ ആധികാരികമാണോ? ഞാനാണ് പറയുന്നത്. ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിൽ CPM-ന്റെ പ്രതിയാണ് ഞാൻ പറയുന്നത്. കേരള പോലീസ് പാർട്ടി ഓഫീസിൽ ഒന്ന് പറയുന്നുണ്ടോ? അങ്ങേക്ക് എവിടെയാണോ വിവരം? ആ പെൺകുട്ടിയുടെ ഫോൺ വിവരം അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചോദ്യം അല്ല, ചോദ്യം വേണ്ടത് പെരുമ്പാവൂർ കോടതി. ഞാൻ പറയട്ടെ, അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ. ഞാൻ പറയട്ടെ, ചോദ്യം ഉത്തരവാദിത്വം തന്നെ പറഞ്ഞായിരുന്നു. ഒറ്റ സെക്കൻഡ് ചോദ്യം അതല്ല പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. മാധു, അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ. ഒറ്റ സംശയം. അല്ല, ഒരു സെക്കൻഡ്. കേരള പോലീസിനും അരുണിനും ഒരു മാധ്യമ പ്രവർത്തകയുടെ ഫോൺ വിവരങ്ങൾ ചോർത്താൻ ആരാണ് അവകാശം? ഞാൻ ചോദിച്ചല്ലോ ശ്രീ സന്ദീപ്, ഞാൻ ചോദിച്ചല്ലോ. അരുൺകുമാർ മറുപടി നിങ്ങൾ ഞാൻ പറയട്ടെ മിസ്റ്റർ, ഇതെന്ത് മര്യാദകളാണ്? വനിതാ മാധ്യമ പറയൂ. 24 ഇത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് പോലീസ് കൊടുത്ത അധിക റിപ്പോർട്ടിൽ 4 പ്രതികളെ കൂടാതെ 5ാമതൊരു പ്രതി ഉണ്ടെന്നും ആ പ്രതിയുടെ പേര് ഇന്നതാണെന്നും ഞങ്ങൾ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ആ ഫോണിലേക്ക് വന്ന കോളുകൾ 20ഓളം കോളുകൾ ഇന്ന മാധ്യമ പ്രവർത്തകയാണെന്നും കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിരവധി വാട്സപ്പ് ചാറ്റുകൾ ഉണ്ട് എന്നും പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത രേഖ, ആ രേഖ ആധികാരികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നുണ പറയുന്നതല്ല. ഇത് ആര് ചെയ്താലും കുറ്റകൃത്യമാണ്. ആര് ചെയ്താലും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വിവരം ഈ പറയുന്ന പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത വിവരം എനിക്ക് ലഭ്യമല്ല. അത് ആ ചാനലും നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ഷൂ എറിയാൻ ആ കുട്ടി പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടത് ഹാൻഡിലുകൾ മുഴുവനായി പ്രചരിപ്പിച്ച ദൃശ്യം ഷൂട്ട് ചെയ്യാനാണ് ആ പെൺകുട്ടി പറയുന്നത് എന്ന് ആ ചാനൽ കൃത്യമായ ആ ക്ലിപ്പ് മുഴുവനും പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രചാരണ രീതി. അങ്ങ് കോടതിയിൽ പറയുന്നു, പോലീസ് ഔദ്യോഗികമായി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നിയമത്തിന് വഴി പോട്ടെ. അങ്ങ് പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങേക്ക് കിട്ടിയ വിവരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പോലീസ് പാർട്ടി ഓഫീസർ എന്ന് പറഞ്ഞു. 8 കോള് പ്രതികളുമായി കോൺഫറൻസ് കോള് ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് വിവരശേഖരണത്തിന് ഫോൺ വിളിക്കാൻ പറ്റില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിതാ ഇവിടെ ഒരു സമരം നടത്താൻ പോകുന്നു, നിങ്ങൾ വരണം, ഇതാണ് സമയം എന്നതടക്കമുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടാറുണ്ട്. കോൺഫറൻസ് കോൾ അടക്കമുള്ള വിവരങ്ങളുണ്ടോ, അത് എന്തിനാണ് എന്നതും അതും വിവരശേഖരണത്തിനാണെങ്കിൽ അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതും നിയമം പറയേണ്ടതാണ്, കോടതി പറയേണ്ടതാണ്. ഇതാ കോടതിയിലേക്ക് അതിൽ കമന്റ് പറയാൻ ഞാൻ ആളുമല്ല. പോലീസ് കോടതി കൊടുത്താണ് ശരിയെന്നേ, തർക്കമില്ല. അങ്ങേക്ക് കിട്ടിയ വിവരം എന്ന് ചോദിച്ചെടുത്താണ് പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചത്. ശരി, പോലീസ് പറഞ്ഞത് ശരി, പോലീസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ, അതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല. പോലീസ് കോടതിയിൽ കൊടുത്തതാണെങ്കിൽ ശരി, തർക്കമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ അത് തന്നെ പറഞ്ഞത്.